2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ 40 വർഷക്കാലത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് പാലാ നഗരസഭയിൽ ഭരണമുണ്ടാക്കുവാൻ UDFന് സാധിച്ചു. സ്വതന്ത്ര മുന്നണിയുടെയും കോൺഗ്രസ് വിമതയുടെയും പിന്തുണയോടുകൂടിയാണ് UDF ഇത്തരത്തിൽ അധികാരത്തിലെത്തിയതും മാണി ഗ്രൂപ്പിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയതും. പാലാ നഗരസഭയിൽ ആകെയുള്ളത് 26 പ്രതിനിധികളാണ്, കൗൺസിലർമാരാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇരുമുന്നണികൾക്കും, അതായത് LDFനും UDFനും ഭരിക്കുന്നതിന് ആവശ്യമായ 14 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. LDFനെ സംബന്ധിച്ച് 12 അംഗങ്ങളാണ് അവർക്ക് വേണ്ടി വിജയിച്ചു വന്നതെങ്കിൽ UDFനെ സംബന്ധിച്ച് അവർക്ക് 10 അംഗങ്ങളെയാണ് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത്. എന്നാലും 12 അംഗങ്ങളുള്ള LDFനേക്കാൾ സുഗമമായി ഒരു ഭരണം പിടിക്കുവാനുള്ള സാഹചര്യം UDFന് അനുകൂലമായി പാലായിൽ രൂപപ്പെട്ടിരുന്നു. കാരണം 22 അംഗങ്ങൾ പ്രധാന മുന്നണികളിൽ നിന്നായി വിജയിച്ചു വന്നപ്പോൾ സ്വതന്ത്രരായി വിജയിച്ചു വന്ന 4 അംഗങ്ങളുടെ സാന്നിധ്യം UDFന് കൂടുതൽ അനുഗ്രഹപ്രദമായിരുന്നു. സ്വതന്ത്രരായി വിജയിച്ചു വന്ന ഒരംഗമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായിരുന്ന മായ രാഹുലായിരുന്നു. 2020-25 കാലഘട്ടത്തിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ വിജയിച്ചു വന്ന ഇവർ 2025 പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചതോടുകൂടിയാണ് വിമതയായി മത്സരിച്ചത്. ഒരു വിമതയെ സ്വന്തം പാളയത്തിലേക്ക് അടുപ്പിക്കുവാൻ കോൺഗ്രസിന് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ നഗരസഭയിലെ പിന്നീടുള്ള 3 സീറ്റുകളിൽ വിജയിച്ചത് സ്വതന്ത്ര മുന്നണി എന്ന പേരിൽ മത്സരത്തിനായി 3 സീറ്റുകളിൽ ഇറങ്ങിയ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഈ 3 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ UDF ഇവരുമായി കൃത്യമായ ഒരു രാഷ്ട്രീയ അടവു നയം രൂപീകരിച്ചിരുന്നതിനാൽ അധികാര വീതം വെപ്പ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരണ ഉണ്ടാക്കുന്നത് മാത്രമായിരുന്നു അവരെ മുന്നണിയിലേക്ക് എത്തിക്കുവാൻ UDFന് മുന്നിലുണ്ടായിരുന്ന പ്രതിബന്ധം. എന്നാൽ ഈ അധികാര വീതം വെപ്പ് വളരെ സുഗമമായി നടത്തുവാൻ UDFന് കഴിഞ്ഞതോടെ 14 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന ഖ്യാതിയോടുകൂടി 21 വയസ്സുകാരിയായ സ്വതന്ത്ര മുന്നണിയുടെ പ്രതിനിധിയായ ദിയ ബിനു പുളിക്കക്കണ്ടം എത്തിച്ചേരുന്നത്. എന്നാൽ ഇന്നലെ, അതായത് 2026 ജൂലൈ മാസം 21-ാം തീയതി പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടുകൂടി നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ദിയ ബിനു പുളിക്കക്കണ്ടം കേവലം 7 മാസം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ പുറത്തായിരിക്കുകയാണ്. നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തെ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രതിനിധികളായ 4 കൗൺസിലർമാരും അതുപോലെ കോൺഗ്രസ് വിമതയായിരുന്ന മായ രാഹുലും കൂടി പിന്തുണച്ചതോടുകൂടി ആകെയുള്ള 26 അംഗ കൗൺസിലിൽ 17 പേരുടെ പിന്തുണയോടുകൂടിയാണ് ഈ നഗരസഭാ ഭരണം താഴെപ്പോയത്, അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായത്. ഇവിടെ UDFൽ ഇത്തരമൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുവാനുണ്ടായ സാഹചര്യങ്ങളെയാണ് വളരെ നിഷ്പക്ഷമായി പ്രേക്ഷകർക്കായി വിലയിരുത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നഗരഭരണത്തിലെ അധികാര വീതം വെപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ തന്നെയാണ് ആദ്യമായി ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നഗരഭരണവുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടാക്കിയ അധികാര വീതം വെപ്പ് ധാരണയനുസരിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ചെയർമാൻ സ്ഥാനമോ വൈസ് ചെയർമാൻ സ്ഥാനമോ ലഭിക്കണമെങ്കിൽ 4-ാം വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയതിന് ശേഷം സ്വതന്ത്ര മുന്നണി തങ്ങളെ ചതിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിൽ ആദ്യഘട്ടം മുതലേ നിലനിന്നിരുന്നു. എന്നിരുന്നാലും നേതൃത്വത്തിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നഗരസഭയിൽ അധികാരത്തിലിരിക്കേണ്ട ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർ തങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന ഈ ധാരണയെ അംഗീകരിച്ചത്. ഇത്തരത്തിൽ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ച ധാരണയോട് അവർക്കുണ്ടായിരുന്ന ഒരു വിമുഖത ഒരു മുൻവിധിയായി തീരുകയും സ്വതന്ത്ര മുന്നണിയുമായി നിരന്തരം ചെറിയ ചെറിയ തോതിലാണെങ്കിലും സംഘർഷങ്ങൾ നഗരഭരണത്തിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ 14 അംഗങ്ങളുണ്ടായിരുന്ന UDF 2 ചേരിയായി നിലയുറപ്പിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അതായത് ഒരു ചേരിയിൽ കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാരിൽ 5 പേരും അതുപോലെ തന്നെ കോൺഗ്രസ് വിമത മായ രാഹുലും ഉൾപ്പെടെ 6 പേരും, മറുചേരിയിൽ സ്വതന്ത്ര മുന്നണിയിലെ 3 പേരും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ 3 പേരും, അതുപോലെ തന്നെ മാണി സി കാപ്പൻ്റെ പാർട്ടിയായ KDPയിലെ ഒരാളും, അതിനു പുറമെ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറും നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് 14 അംഗങ്ങളുണ്ടായിരുന്ന ഭരണമുന്നണി 6-8 എന്ന നിലയിൽ 2 ചേരികളായി ആത്യന്തികമായി ഭിന്നിച്ചാണ് കഴിഞ്ഞ 7 മാസങ്ങളിലും മുൻപോട്ട് പോയത് എന്നതും വസ്തുതയാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഇവരെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ഏറെ എഫേർട്ട് ഇടുകയും ചെയ്തിരുന്നു.
എന്നാൽ ഇത്തരത്തിലുണ്ടായിരുന്ന ചെറു അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണിക്കുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയായി മാറാനുള്ള സാഹചര്യം ഉടലെടുത്തത് കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലൂടെയാണ്. അതായത് കൊട്ടാരമറ്റം എന്ന് പറയുന്നത്, ആ പ്രദേശം എന്ന് പറയുന്നത് 2 വാർഡുകൾ ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നഗരസഭയിൽ കോൺഗ്രസ് പ്രതിനിധികളാണ് ഈ വാർഡുകളെ പ്രതിനിധീകരിക്കുന്നത്. ഈ 2 കോൺഗ്രസ് പ്രതിനിധികളും ചേർന്ന് യാത്രക്കാരുടെ ക്ലേശം ഒഴിവാക്കാൻ എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് CPM പാർട്ടി ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡ് നഗരസഭയുടെ നിയന്ത്രണത്തിലും ഉടമസ്ഥതാവകാശത്തിലുമുള്ള കൊട്ടാരമറ്റം പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ ഒരു തീരുമാനം മുന്നണിയിൽ അറിഞ്ഞുകൊണ്ടല്ല, മുന്നണിയിൽ ആലോചിക്കാതെയാണ് എന്ന നിലപാട് മറുപക്ഷം എടുത്തതോടുകൂടി കടുത്ത ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. ഇവിടെ കോൺഗ്രസ് കൗൺസിലർമാർ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുവാൻ പറയുന്ന ഒരു വാദമുഖം എന്ന് പറയുന്നത്, ആ കൊട്ടാരമറ്റത്ത് മുൻപുണ്ടായിരുന്ന പാർട്ടി ഓഫീസിന് മുമ്പുണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡ് നിരവധി അപകടങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ കാലിൽ വാഹനം കയറി ഇറങ്ങുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയും യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാകാത്ത രീതിയിലും സ്റ്റാൻഡിനുള്ളിലെ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കച്ചവടത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുമാണ് ആർക്കും ശല്യമില്ലാത്ത ഒരു കോണിലേക്ക് ഈ ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചത് എന്നാണ്. എന്നാൽ ഈ ഒരു വാദമുഖം മുഖവിലയ്ക്കെടുക്കുവാൻ UDF മുന്നണിയിലെ മറുപക്ഷം തയ്യാറാകാത്തതിനാൽ തന്നെ ചെയർപേഴ്സൻ്റെ നിർദ്ദേശം അനുസരിച്ച് നഗരസഭാ സെക്രട്ടറി അനധികൃതമായി ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ സ്ഥാപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഒരു കേസ് നൽകുകയും ഓട്ടോ സ്റ്റാൻഡ് ഒഴിപ്പിക്കുവാനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കാര്യത്തോടു കൂടി നഗരസഭാ ചെയർപേഴ്സണോട് തങ്ങൾക്കിനി യോജിച്ചു പോകുവാൻ സാധിക്കുകയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൻ്റെ 5 കൗൺസിലർമാരും വിമത കൗൺസിലറായ മായ രാഹുലും ഒപ്പിട്ടുകൊണ്ട് അവർ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു രേഖയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പാലായിലെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലൂടെ 2ാം ഘട്ടത്തിലും പുറത്തു വരുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഉടലെടുത്തത്. ഇത് മുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് നയിക്കുമെന്ന് കൃത്യതയോടുകൂടി തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും KPCCയുടെ മുതിർന്ന നേതാവായ ജോസഫ് വാഴക്കനും കോട്ടയത്തെ കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷനായ ബിജു പുന്നത്താനം അടക്കമുള്ളവർ സമവായ ശ്രമങ്ങൾ രൂപീകരിക്കുവാനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പാർട്ടിയുടെ പ്രാദേശിക ഘടകമടക്കം ഇതിൻ്റെ പേരിൽ മുന്നണി ഭിന്നിക്കരുതെന്നും അധികാരം നഷ്ടമാവരുത് എന്നുമുള്ള നിലപാടുമായി മുൻപോട്ട് നീങ്ങിയതോടുകൂടി അത്യന്തമായി കോൺഗ്രസ് കൗൺസിലർമാരും വിമത കൗൺസിലറായ മായ രാഹുലും ഈ സമവായ നീക്കത്തിന് വഴങ്ങുകയും അവർ മുൻപോട്ട് പോകണമെങ്കിൽ ഒരു ചെറിയ ഉപാധി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതായത് ഇനി ആദ്യ 6 മാസം കാലാവധിയാണ് വൈസ് ചെയർമാൻ പദവിയിൽ മായ രാഹുലിന് ഉണ്ടായിരുന്നത്. മായ രാഹുൽ ഒഴിയുമ്പോൾ സ്വതന്ത്ര മുന്നണിയുടെ ഒരു പ്രതിനിധി തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുക എന്ന ധാരണയാണ് 2025 അധികാരം രൂപീകരിക്കുന്ന സമയത്ത് UDFനുള്ളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും ഒരു കുടുംബത്തിലേക്ക് തന്നെ ചെയർമാനും വൈസ് ചെയർമാനും പോകുന്ന സാഹചര്യം മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും അവിടെ ഒരു ഏകാധിപത്യ പ്രവണത ഇതിൽ കൂടുതൽ ശക്തമായി പ്രകടമാകുവാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ഇതോടുകൂടി മായ രാഹുൽ ഒഴിയുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയെ നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിക്കാമെന്ന ധാരണയോടുകൂടിയാണ് അന്നുണ്ടായ വലിയ പൊട്ടിത്തെറി ഒഴിവാക്കിക്കൊണ്ട് UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടത്. ബിജു പുന്നത്താനം എന്ന DCC വൈസ് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്, പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള നേതാവാണ്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്നാൽ പോലും അവസാന നിമിഷവും ഇവിടെ ചില കല്ലുകടികൾ ഉണ്ടായി എന്ന വസ്തുതയും നാം മറക്കരുത്. അതായത് ഒരു സമവായ നീക്കം വിജയത്തിലേക്ക് എത്തുന്ന അന്തിമഘട്ടത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ യോഗം ചേരുകയും ആ യോഗത്തിന് ശേഷം UDF കൗൺസിലർമാരുടെ യോഗം ചേരാൻ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് കൊട്ടാരമറ്റം ഓട്ടോ സ്റ്റാൻഡിലേക്ക്, അതായത് വിവാദ വിഷയമായ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോലീസ് സംഘത്തെ നഗരസഭാ സെക്രട്ടറി പറഞ്ഞയച്ചുകൊണ്ട് അവരെ ഒഴിപ്പിക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായി. എന്നാൽ ബിജു പുന്നത്താനവും ജോസഫ് വാഴക്കനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം നേരിട്ട് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പിൻവാങ്ങുകയായിരുന്നു. ബിനു പുളിക്കക്കണ്ടമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്നും ഈ ധാരണയെ അട്ടിമറിക്കുവാനും കോൺഗ്രസ് കൗൺസിലർമാരെ കൊച്ചാക്കുവാനുമുള്ള ശ്രമമാണ് ബിനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കോൺഗ്രസ് കൗൺസിലർമാർ വാദമുഖം ഉയർത്തിയെങ്കിലും തൽക്കാലം ഈ വിഷയത്തിൽ ഒരു വെടിനിർത്തൽ അനിവാര്യതയാണെന്നും അത് പാർട്ടിയുടെയും മുന്നണിയുടെയും താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാവണമെന്നും നിർബന്ധ ബുദ്ധി നേതൃത്വം പുലർത്തിയതോടുകൂടി കോൺഗ്രസ് കൗൺസിലർമാരും വിമത കൗൺസിലറും ഈ നീക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന്, ഈ ഒരു വിവാദത്തിൽ നിന്ന് പിൻവലിയുവാൻ തീരുമാനിക്കുകയും പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും മുൻപോട്ട് വെച്ച കോംപ്രമൈസ് ഫോർമുല അംഗീകരിക്കുകയും ചെയ്തു.
എന്നിരുന്നാലും ഈ ഒരു വിഷയമുണ്ടായി ഏറെക്കുറെ 2 ആഴ്ച പിന്നിട്ടപ്പോഴാണ് അടുത്ത പൊട്ടിത്തെറിക്കുള്ള സാഹചര്യം ഉണ്ടായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വവും ഇനി ഈ സ്വതന്ത്ര മുന്നണിയുമായി ചേർന്ന് പോകാനാവില്ല എന്ന നിലപാട് ഒരു പ്രമേയത്തിലൂടെ DCCയെയും KPCCയെയും അറിയിക്കുന്ന സാഹചര്യമുണ്ടായത്. അതായത് കൊട്ടാരമറ്റത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാ കാലത്തും പൊതുപരിപാടികൾക്കായി വിട്ടു നൽകുന്ന ഒരു പ്രവണത മുൻകാലങ്ങളിൽ മാണി ഗ്രൂപ്പ് സ്വീകരിച്ചു വന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ മാണി ഗ്രൂപ്പ് UDFിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും കോൺഗ്രസ് പ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്താറുണ്ടായിരുന്നു. 2020-25 കാലഘട്ടത്തിൽ LDFിൻ്റെ ഭാഗമായി മാണി ഗ്രൂപ്പ് ഭരണം നടത്തുമ്പോൾ പൊതുപരിപാടികൾക്കായി CPMൻ്റെ പാർട്ടി പരിപാടികൾക്കായി സ്റ്റാൻഡ് വിട്ടുകൊടുത്തപ്പോൾ അതിനെതിരെ പരസ്യ നിലപാടുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ അധികാരത്തിൻ്റെ ബലത്തിൽ CPMും ഇടതുമുന്നണിയും മാണി ഗ്രൂപ്പും ഇതൊന്നും ഗൗനിക്കാതെ തന്നെ സ്റ്റാൻഡ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം പൊതുപരിപാടികൾക്ക് വിട്ടുനിൽക്കുന്ന പ്രവണത യഥേഷ്ടം തുടരുകയും ചെയ്തു. ഇപ്പോൾ UDF അധികാരത്തിലെത്തിയപ്പോൾ ഇതിനൊരു തിരുത്തൽ വേണമെന്ന കർശനമായ ആവശ്യം കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഔപചാരികമായി തന്നെ പുറത്തു വരികയും അതനുസരിച്ച് കൃത്യമായി UDF അംഗങ്ങളോട് ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ലാലിച്ചൻ ജോർജ് DYFI ജില്ലാ സമ്മേളനത്തിനായി സ്റ്റാൻഡ് വിട്ടു നൽകണമെന്നുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തണമെന്നും എതിർക്കണമെന്നും ഈ സ്റ്റാൻഡ് ഒരു കാരണവശാലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പന്തലിട്ട് പാർട്ടി പരിപാടി നടത്തുവാനായി വിട്ടുകൊടുക്കരുത് എന്ന നിർദ്ദേശത്തോടെ കോൺഗ്രസ് നേതൃത്വം സജീവമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്ത ജൂലൈ 4-ാം തീയതിയിലെ കൗൺസിൽ യോഗത്തിൽ നിന്നും സ്വതന്ത്ര മുന്നണിയിലെ 2 അംഗങ്ങൾ ബോധപൂർവം വിട്ടുനിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഈ തീരുമാനം അല്ലെങ്കിൽ CPMൻ്റെ ഈ ആവശ്യം അംഗീകരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു എന്ന വിശ്വാസവും ആരോപണമാണ് കോൺഗ്രസ് കൗൺസിലർമാരും വിമത കൗൺസിലറും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രാദേശിക ഘടകവും ഇവിടെ ഉന്നയിച്ചത്. 6 മാസം മുമ്പ് വരെ CPMൻ്റെ ഭാഗമായി നിലകൊണ്ട ബിനു പുളിക്കക്കണ്ടം അവരുമായി ഒരു കോംപ്രമൈസിൽ മുമ്പോട്ട് പോകുന്നതിനെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന കർശന നിലപാടുമായി കോൺഗ്രസ് കൗൺസിലർമാരും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയും രംഗത്തെത്തുകയും അവർ സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തത്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിൻ്റെ അംഗബലം അനുസരിച്ച് ആ ഒരു വിഷയത്തിൽ സ്വതന്ത്ര മുന്നണിയോട് നഗരസഭയ്ക്കുള്ളിൽ നേരിട്ട് എതിർത്ത് നിന്നത് കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാരിൽ 5 പേരും വിമത കൗൺസിലറായ മായ രാഹുലുമായിരുന്നു. എന്നാൽ നഗരസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ 26 അംഗ നഗരസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ അതിന് 8 പേരുടെ പിന്തുണ ആവശ്യമായിരുന്നു. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച രാഷ്ട്രീയ അവസരമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഇടതുമുന്നണിയും ഈ അവസരത്തെ വിനിയോഗിച്ച് അവർ തന്നെ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് ജൂലൈ മാസം 21-ാം തീയതി ചർച്ചയ്ക്കെടുക്കുമെന്നിരിക്കെ നഗരസഭയിലെ UDF അധ്യക്ഷയുടെ ഭാവി അന്ന് നിർണ്ണയിക്കപ്പെടും എന്നിരിക്കെ സമയോചിതമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുവാൻ UDF നേതൃത്വത്തിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ സാധിച്ചതുമില്ല. മാണി സി കാപ്പൻ ഈ വിഷയത്തിൽ നിന്ന് താൻ അകലം പാലിക്കുകയാണെന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഫ്രാൻസിസ് ജോർജ് എന്ന MP കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവാണ്. അദ്ദേഹം ചില സമവായ നീക്കങ്ങളൊക്കെ നടത്തുകയുണ്ടായെങ്കിലും അത് ഫലപ്രാപ്തിയിലെത്തിയില്ല. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെടലുണ്ടാകുന്നത് ജൂലൈ 18-ാം തീയതി ശനിയാഴ്ച മാത്രമാണ്. അന്ന് സംഭവ സ്ഥലത്തേക്ക് പാലായിലേക്ക് എത്തിയ DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് കോൺഗ്രസ് കൗൺസിലർമാർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് കേൾക്കുകയും ആത്യന്തികമായ തീരുമാനം പാർട്ടി എടുക്കുമെന്ന് അവർക്ക് ഒരു സന്ദേശം നൽകിക്കൊണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തു. പിന്നീട് നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേന്നായ ജൂലൈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി, കൃത്യമായി പറഞ്ഞാൽ രാത്രിയോടുകൂടിയാണ് കോൺഗ്രസ് കൗൺസിലർമാരോട് ഈ അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ഒരു വിപ്പ് നൽകിയത്. പാർട്ടിയിൽ നിന്ന് വിപ്പ് വരുന്നുണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കോൺഗ്രസ് കൗൺസിലർമാർ ഈ വിപ്പ് നേരിട്ട് കൈപ്പറ്റുവാതിരിക്കുവാനായി വീട് പൂട്ടിയിട്ട് സ്ഥലം കാലിയാക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് അറിയുവാൻ കഴിയുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ വീട്ടിൽ നേരിട്ടെത്തി വിപ്പ് കൈമാറുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിപ്പിൻ്റെ കോപ്പി പലരുടെയും ഗേറ്റിൽ പതിപ്പിച്ചുകൊണ്ടാണ് വിപ്പ് കൈമാറുവാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇത് വിപ്പാണോ, ഈ വിപ്പ് യഥാർത്ഥ രീതിയിലാണോ സെർവ് ചെയ്യപ്പെട്ടത് എന്നീ വിഷയങ്ങൾ ഈ അംഗങ്ങളെ അയോഗ്യരാക്കുന്ന നടപടിയുമായി കോൺഗ്രസ് മുൻപോട്ട് പോകുമ്പോൾ കോടതിയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വാദിച്ച് തെളിയിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഏതൊക്കെയാണെങ്കിലും പാർട്ടിയുടെ ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് ആകെയുള്ള 6 കോൺഗ്രസ് കൗൺസിലർമാരിൽ 4 പേരും നഗരസഭാ യോഗത്തിനെത്തുകയും അതുപോലെ തന്നെ ഇവർക്കൊപ്പം കോൺഗ്രസ് വിമതയും പാലാ നഗരസഭ വൈസ് ചെയർപേഴ്സണായ മായ രാഹുലും നിലപാടെടുക്കുകയും ചെയ്തതോടെ LDFിൻ്റെ 12 അംഗങ്ങളെ കൂടാതെ UDF പാളയത്തിൽ നിന്നുള്ള 5 അംഗങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി 17 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുകയായിരുന്നു. ഈ അവിശ്വാസ പ്രമേയം പാസ്സായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചവർക്കെതിരെ കർശന നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് രംഗത്തെത്തുകയും ഈ കൗൺസിലർമാരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയൊരു പാളിച്ച പറ്റി എന്ന വിലയിരുത്തലിലേക്കും രാഷ്ട്രീയ വൃത്തങ്ങൾ എത്തിച്ചേരുകയാണ്. അതായത് ആദ്യ വിപ്പ് ബഹിഷ്കരിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ അവരെ നിലനിർത്തിയിരുന്നുവെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസോ സസ്പെൻഷനോ നടപടിയിൽ ഈ ഒരു അച്ചടക്ക നടപടി അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ 10-15 ദിവസത്തിനുള്ളിൽ നടക്കുവാനിരിക്കുന്ന പുതിയ നഗരസഭാ അധ്യക്ഷയെ തിരഞ്ഞെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പിലും ഈ കൗൺസിലർമാർക്ക് വിപ്പ് നൽകുവാനുള്ള അധികാരം പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെ പുറത്താക്കിയതിലൂടെ വിപ്പിനി അവർക്ക് ബാധകമാവില്ല എന്നതിനാൽ തന്നെ അവർക്ക് പ്രതിപക്ഷത്തിനൊപ്പം നിലപാടെടുക്കുവാനും UDF പാളയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൗൺസിലറെ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചാൽ അവർക്കെതിരെ വോട്ട് ചെയ്യുവാനുമുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അല്പം കൂടി വിവേകം പുലർത്തിയിരുന്നുവെങ്കിൽ അച്ചടക്കത്തിൻ്റെ വാളോങ്ങിയും വിപ്പെന്ന ആയുധം ഉപയോഗിച്ചും ഇവരെ ഒരു തവണ കൂടി ഭയപ്പെടുത്തുവാനും സമ്മർദ്ദപ്പെടുത്തുവാനും പാർട്ടിയുടെ വരുതിക്ക് നിർത്തുവാനുമുള്ള സാഹചര്യമാണ് തിടുക്കപ്പെട്ടെടുത്ത അച്ചടക്ക നടപടിയിലൂടെ നേതൃത്വം കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയൊരു ഭരണസമിതി വരേണ്ടതുണ്ട്, പുതിയൊരു ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. ഈ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരം പിടിക്കുവാൻ തങ്ങൾ ശ്രമിക്കില്ല എന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ കൗൺസിലറും അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറും പാലാ മണ്ഡലത്തിലെ മാണി ഗ്രൂപ്പിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള ബിജു പാലുപ്പടവനെ കൂടാതെ തന്നെ പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി ഡൽഹിയിൽ നിന്നും ഇക്കാര്യം സ്ഥിരീകരിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ വിമത കൗൺസിലർമാർക്ക് തങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള സുവർണ അവസരമാണ് കൈവന്നിട്ടുള്ളത്. വിമത കൗൺസിലർമാരുടെ നേതൃസ്ഥാനത്ത് നിലകൊള്ളുന്ന കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ടോണി തൈപ്പറമ്പിൽ ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് UDFിൻ്റെ ഭരണമായിരിക്കും ഇനിയും പാലായിൽ നടക്കാൻ പോകുന്നത് എന്ന നിലപാടാണ്. ഏതൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പിന്തുണയോടുകൂടി തന്നെ UDFിൻ്റെ നേതൃത്വത്തിൽ നിന്ന് UDFിൻ്റെ ഭാഗമായി 2025 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് വിജയിച്ച കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഏതെങ്കിലും ഒരു വനിതാ കൗൺസിലർ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകൾ ഇതോടുകൂടി സജീവമായിരിക്കുകയാണ്. നിലവിൽ നഗരസഭയുടെ ആക്ടിംഗ് ചെയർപേഴ്സണായ മായ രാഹുൽ കുറേ കാലം കൂടി ആ പദവിയിൽ തുടർന്നതിന് ശേഷം നഗരസഭ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്നും വിലയിരുത്തലുണ്ട്. മറ്റു ചില കേന്ദ്രങ്ങൾ പറയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരുപക്ഷെ മായ രാഹുലിനെ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു നിർദ്ദേശമായി ഉയർത്തിക്കാട്ടുവാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും വളരെ സുഗമമായി ചരിത്രം കുറിച്ചുകൊണ്ട് പിടിച്ചെടുത്ത അധികാരം UDFിന് നഷ്ടമായിരിക്കുകയാണ്. തങ്ങൾ UDFിനോട് ഒപ്പം ഉറച്ചു നിൽക്കും എന്ന നിലപാടുമായി വിമത കൗൺസിലർമാർ മുമ്പോട്ട് പോകുകയാണ്. UDFിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം തന്നെയായിരിക്കും ഇനിയും പാലാ നഗരസഭയിൽ തുടരുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കൃത്യമായ ഒരു മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യത ഉയർത്തിരിയുമോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെയും CPMൻ്റെയും നിലപാട് എന്താകും എന്നീ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഇനി എന്തെങ്കിലും കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അതുവരെയും ഈ രാഷ്ട്രീയ നീക്കങ്ങളും പിന്നണി നാടകങ്ങളും വിശദാംശങ്ങളും പ്രേക്ഷകർക്കായി വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.